ഒരുപാട് കാലം ചെരുപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് കാട്ടിൽ കിടന്നാണ് ഞാൻ. ഒരു സാധനം ഒരു 10-25 വർഷം കാലിന് ആനയൊക്കെ ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. ആൾക്കാരൊരു സെപ്റ്റിക്ക് ഇങ്ങനെ വലിച്ചിട്ട് എന്ന് പറഞ്ഞ ശബ്ദം തൊലി പോയില്ല ഒരു നേച്ചർ ക്യാമ്പിന് പോയിട്ട്. ഈ മണ്ണ് വിട്ടുള്ള കളിയില്ലേ, അങ്ങനെ മണ്ണ് വിട്ടുള്ള കളി. അത് മണ്ണിലോട്ട് പോകേണ്ട ആളാണെന്ന് എനിക്കറിയാം. കാട്ടിൽ നിന്നാണ് എല്ലാ കലകളും വന്നത്. പിള്ളേരെ കഴിവ് പാരൻസ് തന്നെ നശിപ്പിക്കുന്നത്. വെറുതെ എന്നിട്ട് അവൻ വല്ല കരഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് സൗകര്യമായില്ല. ഇന്ന് മഹാഗുരുക്കന്മാരില്ല, സ്പെഷ്യലിസ്റ്റുകളേ ഉള്ളൂ. സ്പെഷ്യലിസ്റ്റുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ മഹാഗുരുവാണ് അവർ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലെന്തായാലും നമ്മുടെ ഫാമിലി പ്രശ്നം അതൊക്കെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല. ഒരു ഗുരു നമ്മളുടെ അടുത്ത് വന്ന് താമസിച്ച് നമ്മളെ പഠിപ്പിക്കാന്ന് വെച്ചാലുണ്ടല്ലോ, അതിനപ്പുറം മഹാഭാഗ്യം. അതിനപ്പുറം എന്ത് അവാർഡ് വേണം, എന്ത് ഡിഗ്രി വേണം? മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ചത്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ പോയി പുഴു വരിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെക്കും. NNSലാണ് 5 ദിവസം കൂടി എടുത്ത് വെക്കും. അത് എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ചളയെങ്കിലും ചെയ്യുന്നത്. മണത്തട്ട് നടക്കാൻ പറ്റില്ല. അയ്യോ, എങ്ങനെ NNSന്റെ എടുക്കാറായ ശവം എടുക്കാറായോ എന്ന് ചോദിക്കുള്ളൂ. എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് ആ മൃഗം ഇവിടെ വന്ന് നിൽക്കും, ക്യാമറയോട് വെച്ചോ? അത് അവിടെ ഒന്ന് അങ്ങേക്ക് പോസ് ചെയ്ത് പോയ ഒരുപാട് ഇൻസിഡൻസ് പല ആൾക്കാർ പറയാം. ആ ഒരു കണക്ഷൻ നമ്മൾ നേരത്തെ ഒരു കാടിൻ്റെ ആത്മീയതയെ കുറിച്ച് സംസാരിച്ചില്ല, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ക്യാമ്പുകളിൽ അങ്ങ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്? ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ ഒരു തരത്തിലും ബഹളവും അതിനൊന്നും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് കാടിൻ്റെ അകത്ത്, ഫോറസ്റ്റിൻ്റെ അകത്തുള്ള പല ക്യാമ്പുകളും അങ്ങനെയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് സഹകരിച്ചിട്ടുള്ള ക്യാമ്പുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ. അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ ഒരു പാട്ട് പാടും, ചിലപ്പോൾ കവിത, അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അല്ലാതെ ബഹളം വെച്ചുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ പറയും അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇത് ചെയ്യണം. പിന്നെ നടക്കാൻ പറ്റുന്നവർ കയറ്റൊക്കെ ഒറ്റയ്ക്ക് തന്നെ കയറേണ്ടി വരുമെന്ന് പറയും. കുറേ പേര് വന്നങ്ങനെ ഇത് ചെയ്ത് പോയിട്ടുണ്ട്, ക്യാമ്പുകളും എല്ലാമായിട്ട്. ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ മാർഷൽ ആർട്സിലേക്കൊക്കെ വന്ന ഒരു അനുഭവം, ലൈക്ക് ഇപ്പം അങ്ങ് കരാട്ട പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കരാട്ട പോലും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് എപ്പോഴും പറഞ്ഞു ട്രഡീഷണൽ കരാട്ട പഠിപ്പിക്കുന്ന ആളാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക്? അത് ഞാൻ കരാട്ടെ കാട്ടിൽ കയറുന്ന അന്ന് തുടങ്ങി. അത് ബ്രൂസിലിൻ്റെ എൻ്റർ ദി ഡ്രാഗൺ വന്നതോടുകൂടി അന്ന് ഒരു തരംഗം ഓർമ്മല്ല. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത്. കാരണം അതുവരെ നമ്മൾ കണ്ടു നിന്നത് ഈ തച്ചോളിയോധനൻ ഇതൊക്കെയായിരുന്നു വെട്ടു. പക്ഷേ ഇത് ഇങ്ങനൊരു മനുഷ്യൻ വെറുതെ നമ്മൾക്ക് കണ്ണിങ്ങനെ ചിമ്മി ഇങ്ങനെ എന്നെക്കാട്ടിയും വേഗതയോടെ അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു അത്ഭുതം ഓർന്ന്. എൻ്റെ ഡ്രാഗണ് ഫസ്റ്റിന് അല്ല ഇതിന് 1 മണി ഷോന് കയറിയിട്ട് മറ്റേ മാറ്റിനിക്ക് ഇടിയിട്ട് പിന്നെയും കയറി കാണാനായിട്ട്. അതിന് ശേഷമുണ്ട് കരാട്ടയൊക്കെ പഠിക്കാനുള്ള താല്പര്യം. കേരള ലോകം മുഴുവൻ തരംഗം സൃഷ്ടിച്ചാണ് ബ്രൂസ് ലീ. അത് അപ്പോൾ അത് വലുതായിട്ട് നമ്മളുടെ സ്വാധീനിച്ച് എന്നെ. ആദ്യം കരാട്ടയ്ക്ക് പോയി ഫ്രണ്ട്ഷിപ്പ് കരാട്ടയിലായിരുന്നു ഇവിടെ നമ്മൾ ആലുവയിൽ പോയി ചേർന്നിട്ട്. അന്ന് ഗ്രീൻ ബെൽറ്റാണ് ചെന്നൈയിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കാൻ. പക്ഷെ നമ്മൾക്ക് നിൽക്കാൻ പറ്റിയില്ല, പിടിച്ചിരിക്കാൻ പറ്റിയില്ല, സ്റ്റാമിന ഒന്നുമില്ലേ. ഭയങ്കര ഹാർഡായിരുന്നു അന്നത്തെ ക്ലാസ്സും ഇതൊക്കെ. പിന്നെ എൻ്റെ SSLC കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ അമ്മായിയുടെ മകൻ ചെന്നൈയിൽ ജോലി നോക്കുന്നുണ്ട്. ജോലി നോക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഷോപ്പുണ്ട് ഈ സൈക്കിളിൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കണമില്ല, ഞാൻ വായനയും അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം വീട്ടുകാരെ കൂടി അന്ന് പുള്ളി. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ എന്താണ്, അന്ന് അവിടെ മോസസ് തിലക് എന്ന് പറഞ്ഞ കരാട്ടെ മാസ്റ്റർ ഉണ്ട്. ഇന്ത്യയിലെ ടോപ്പ് പറഞ്ഞത് ഒരു 3 പേരാണ്. മോസസ് തിലക്, കരാട്ടെമണി, രത്തിനം. ഇവർ 3 പേരാണ് എൻ്റെ ടോപ്പ്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെന്നൈക്ക് പോവാണ്. അവിടെ പോയി വന്നിട്ട് മൂപ്പരെ പോയി കണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പോയി ക്ലാസ്സിൽ പോവും. അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പര് മരിച്ചു കഴിഞ്ഞ് അപ്പോൾ പിന്നെ ശശി കണ്ണൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിനോട്ട് മോസത്തിലെ സെൻസായി മരിച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചീക്കോങ് തായ്ച്ചിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലും പോകുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസും ചെയ്യും. അപ്പോഴും ഒരു കുറ്റബോധം പോലെയായിരുന്നു കരാട്ടെ വിട്ട് കളഞ്ഞല്ല എന്നുള്ള. അതുപോലെയായിരുന്നു എനിക്ക്. അത്ര ഭ്രാന്തൻ ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എല്ലാവരും പറയുകയും ചെയ്യും. പുതുവൈപ്പ്, ഞാൻ പള്ളിപ്പുറത്താണ് ജനിച്ച്. പുതുവൈപ്പിലായിരുന്നു എൻ്റെ മറ്റേ അദ്ദേഹത്തിൻ്റെ വീട്. പോകാൻ ചില ദിവസം പൈസ ഇല്ല, അമ്മ ടീച്ചറാണ്. ചില സമയത്ത് പൈസ, അച്ഛന് ദേഷ്യമാണ്, കരാട്ടെ ഡ്രസ്സൊക്കെ കത്തിച്ചളഞ്ഞാറുണ്ട്. അപ്പം ഈ 23 കിലോമീറ്റർ നടന്നു പോകും. ഞാൻ നടന്നു പോകും. ചിലപ്പോൾ കൂട്ടുകാരുടെ സൈക്കിൾ കിട്ടും. പിന്നെ എൻ്റെ മൂപ്പൻ്റെ അവിടെ തന്നെ താമസിക്കും. അവിടെ തന്നെ പുള്ളിയുടെ അനിയൻ നല്ല പാട്ടുകാരനാണ്. അപ്പോൾ അവിടെ തന്നെ
കിടക്കും. പുള്ളി എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഒരു ഭയങ്കരമായിട്ട് അങ്ങനെ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുന്ന പോലെ അത് എല്ലാ മാസ്റ്റേഴ്സിനെയും നമ്മൾ അങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് പുള്ളി അത് വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പ്രവാസിയായി മരുഭൂമിയോട് ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പോയത്. പാസ്പോർട്ട് പുതുക്കാണ്ടിരുന്ന ഒരാളാണ്. പിന്നെയാണ് റോഡ് ടു മക്ക വായിച്ച് ലോറൻസ് ഓഫ് അറേബ്യ സിനിമയും കണ്ട് അതോടുകൂടി മരുഭൂമി കാണണം എന്നുള്ള ചിന്തയായി. അങ്ങനെ പിന്നെ മരുഭൂമിയിലോട്ട് പോയത് ജോലി ഇതായിട്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ രവിശാസ്ത്രിക്കൊക്കെ പ്രാണായാമം ഇതൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്. കുറേ എയർ ഹോസ്റ്റസ് കുറേ പേർക്ക് പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. അവിടെ ഒരു രമാദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. അവർ ഞാൻ ചെല്ലുമ്പോൾ അവരിവിടെ കിടക്കാണ്. അവർക്ക് പിന്നെ യോഗയും പ്രാണായാമമൊക്കെ ചെയ്ത് അവർ നടക്കാൻ തുടങ്ങി. അവർ ഗംഭീരമായിട്ട് എഴുതുന്ന ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്നതാണ് അവർ. ഇന്ദിരാഗാന്ധിയായിട്ട് ഭയങ്കര കണക്ഷൻ. ഇന്ത്യയിലത്തെ എല്ലാ സംഗീതജ്ഞന്മാരുമായിട്ടും ഭയങ്കര കണക്ഷനാണ്. എന്നിട്ട് അവർ അവിടെ സക്കീർ ഹുസൈനെയും ഹരിപ്രസാദ് ചൗരസിനെയും അവിടെ ദുബായിൽ കൊണ്ടുവന്ന്. എന്നിട്ട് എൻ്റെ തൊട്ടിപ്പുറത്താണ് ഹരിപ്രസാദ് ചൗരസ് ഇരുന്നത്, ഇപ്പുറത്തെ ചെയറിൽ. എന്നിട്ട് ഇവർ പറഞ്ഞ് എൻ്റെ ഗുരുവാണ് യോഗയാണ്. അവരുടെ അസുഖത്തിൽ നിന്ന് മാറിയിട്ടേ അതെ. അപ്പോൾ ഞാൻ ഒരു പന്തലാൽ ഘോഷിനെയൊക്കെ നേരത്തെ ഇഷ്ടമുണ്ട്. അമ്മാവനൊക്കെ അതൊക്കെ കേട്ട് ചെറുപ്പത്തിൽ അതൊക്കെ കേട്ടുമല്ലോ പുല്ലാങ്കുഴലിൽ ഇതൊക്കെ. അപ്പോൾ ഇവർ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ പുല്ലാങ്കുഴലിൽ സൗത്ത് ഇന്ത്യയിൽ അവരൊക്കെ ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചും ഇതൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഇവരെയൊക്കെ ഇങ്ങനെ കാണാനുള്ള വലിയ സംഗീതജ്ഞരൊക്കെ കാണാനുള്ള ദുബായിൽ വെച്ചാണ് അങ്ങനെ ഭാഗ്യം. ഇവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു ഭാഗ്യവും ഇതൊക്കെ കിട്ടി. മോസസ് തിലക സെൻസായി മരിച്ചതിന് ശേഷം കുറേ കാലം അങ്ങനെ നിന്ന് പിന്നെ തിരിച്ചു വന്ന്. അപ്പോൾ കരാട്ടെ അത് റെക്കോർഡിക്കലായിട്ട് 10 വർഷം. പക്ഷേ അങ്ങനെ വർഷത്തിൽ 6 മാസം ഇവിടെ ഇരിക്കുള്ളൂ. 6 മാസം 4 മാസം എന്ന് പറഞ്ഞ ചിലപ്പോൾ 3-4 തവണ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. ആ വീട്ടുകാർ അറിയില്ല. കാട്ടിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ ഡെസർട്ടിലോട്ട് പോകും. ഡിസംബറിലൊക്കെ അവിടെ പോയിട്ട് അതിൻ്റെ അവിടെ കിടക്കും. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് അത് മണ്ണിലോട്ട് പോകേണ്ട ആളാണെന്ന് എനിക്കറിയാം. അതെല്ലാം പറഞ്ഞ വീടിൻ്റെ മുമ്പിലൊക്കെ ടൈൽസ് ഇടില്ലേ, നിങ്ങൾ മണ്ണ് ചവിട്ടി പഠിക്കിപ്പോഴേ. പിന്നെ കണ്ണിനൊക്കെ നല്ല പവർ വരും. ഒരുപാട് കാലം ചെരുപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് കാട്ടിലിടന്നാണ് ഞാൻ. ഒരു സാധനം ഒരു 10-25 വർഷം കാലിന് ആനയൊക്കെ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. ആൾക്കാരൊരു സെപ്റ്റിക്കാവും ഇങ്ങനെ വലിച്ചിട്ട് എന്ന് പറഞ്ഞ ശബ്ദം തൊലി പോലെയാണ് ഒരു നേച്ചർ ക്യാമ്പിന് പോയിട്ട്. അല്ല, അപ്പോൾ നമ്മളുടെ ബോഡിക്ക് എന്തോരം പവർ ഉണ്ടെന്നേ നമ്മൾ അറിയില്ല. നമ്മളൊരു ചെറിയ തലവേദന ഇപ്പോൾ കരാട്ടൊക്കെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവന് ചെറിയൊരു ചൊറിച്ചിലായിരുന്നു, തലവേദന പോകേണ്ട മോനെ തന്നെ. ഇനി അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം നമ്മളിത്ര ഇതിങ്ങനെ കടന്നു വന്ന ഒരാളാണ് നമ്മൾ. പിള്ളേരെ കഴിവ് പാരൻസ് തന്നെ നശിപ്പിക്കണേ വെറുതെ. എന്നിട്ട് അവൻ വല്ല കരഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് സൗകര്യമല്ല. ഇതൊക്കെയാണ് ചെയ്യുന്ന എന്നിട്ട് ഞാൻ പിന്നെ കരാട്ടനെ കുറിച്ചൊരു നടത്തി കഴിച്ചപ്പോൾ രത്തിനം സെൻസായിനെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹം എറണാകുളത്ത് വന്നിട്ടുണ്ട് കുബുഡ ഓടിപ്പിക്കാൻ വെപ്പൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് വെപ്പൺസ് ഒക്കിനാവൻ വെപ്പൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ രത്തിനം സെൻസായിയാണ്. അങ്ങനെ പുള്ളി ഇവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഒരു മാസ്റ്റർ മുഹമ്മദ് ബാബു എന്ന് അദ്ദേഹം എന്നെ വിളിച്ചു, നസി ഇങ്ങനെ ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ കാണണമെങ്കിൽ വരാൻ പറ്റും. അവിടെ നിന്ന് പൈസയും ഒന്നും കാര്യമായിട്ടില്ല കയ്യിൽ. എന്നാലും ടാക്സി പിടിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം ഫ്ലൈറ്റിന് പോകും. എന്നിട്ട് അങ്കമാലിൽ വന്ന് കാറിൻ്റെ വൈഫിനെ ഇവിടെ അലുവിലാക്കാൻ പറ്റുന്നത്. കാറിൻ്റെ ഡിക്കി തുറന്ന് വെച്ച് വൈഫ് കാണരുത്, പൈസ 7500 രൂപ എന്നെ ഡ്രൈവറിന് കൊടുക്കുകയാണ്. എന്നിട്ട് റിട്ടേൺ പോണ ടാക്സിയാണ് 2000 രൂപ കൊടുത്താൽ മതി എന്നാണ് വൈഫിനോട് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ പോയി കണ്ട് ഇങ്ങനെ അപ്പോൾ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഈ മുഹമ്മദ് ബാബു എന്ന് പറഞ്ഞാൽ സെൻസായി എന്ന് വിളിക്കുന്നത് രത്തിനം മാസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളിരുന്നപ്പോൾ ഈ രത്തിനം മാഷ് ആദ്യം പറഞ്ഞത് ഇതാണ്, കാട്ടിൽ നിന്നാണ് എല്ലാ കലകളും വന്നതെന്ന്. എന്നെ കണ്ടപ്പോൾ തന്നെ അപ്പം പിന്നെ കണക്റ്റായി. നിൻ്റെ അകത്ത് തീയാണ് ഇത് പഠിക്കാനുള്ള, ഫീസൊന്നും നോക്കണ്ട, നേരെ ചെന്നൈക്ക് വരാൻ പറഞ്ഞു. അത് സാധാരണ ഇദ്ദേഹം എക്സ്പെൻസീവ് മാസ്റ്റർ എന്ന് പറയണം, ആരും അങ്ങനെ ഫ്രീ പഠിപ്പിക്കില്ല എന്നാണ്. അതിന് വേറൊരു തത്വം ഇതുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്ലാക്ക് ബെൽറ്റ് മാറ്റി വെറുതെ ഡ്രസ്സ് ഇട്ടിരുന്നപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് വേണ്ട, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയല്ലേ, എനിക്ക് വൈറ്റ് ബെൽറ്റ് വെച്ചാൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് എത്ര വയസ്സായിരുന്നല്ലോ? അപ്പോൾ അന്ന് 55 വയസ്സ്. അപ്പോൾ എനിക്കിപ്പോൾ 70 വയസ്സ് ആണ്. ഇന്നേ വരെ ഒരാളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും വന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ ചീഫാക്കണം, അല്ലെങ്കിൽ അടുത്ത ഡിഗ്രി കൊടുക്കണം. നീ ആ ബെൽറ്റ് എടുത്ത് കെട്ടാൻ പറഞ്ഞു. പിന്നെ നേടൽ പോലെയാണ്.
അതായത് പുള്ളിയുടെ 3 മക്കളും മാസ്റ്റേഴ്സ് തന്നെയാണ്. അവരൊക്കെ പറയണ ഒരു ദിവസം അദ്ദേഹം എന്നെക്കുറിച്ച് പറയാത്ത ദിവസമില്ലാണ്. അതിന് ഭയങ്കര കാര്യമാണ്, ഭയങ്കര കാര്യം. ഊട്ടിയിൽ വന്ന് 10 ദിവസം എൻ്റെ ഇവിടെ താമസിച്ച്. അതൊക്കെ ഭയങ്കര അറിവാണ്, ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനേ. ഒരു ഗുരു നമ്മളുടെ അടുത്ത് വന്ന് താമസിച്ച് നമ്മളെ പഠിപ്പിക്കാമെന്ന് വെച്ചാലുണ്ടല്ല, അതിലപ്പുറം മഹാഭാഗ്യം, അതിലപ്പുറം എന്ത് അവാർഡ് വേണം, എന്ത് ഡിഗ്രി വേണം, ഒന്നും വേണ്ട. എന്നോട് ടെസ്റ്റിന് ഇരിക്കാൻ പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ ഗുരുവുണ്ട്, ഗിയോ ഗിബോ, ഒക്കിനാവയിൽ. എത്ര വയസ്സ്? ഇപ്പോൾ 89 വയസ്സ്. 3 മാസം മുമ്പ് വന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ടെസ്റ്റിന് കാലത്ത് 8 മണി തുടങ്ങി 2 മണി വരെ ഇരുന്നിട്ടില്ല. 800ഓളം പിള്ളേരുടെ ഇടയിൽ നിന്ന് പഠിപ്പിക്കണേ. ഈ 89 വയസ്സ് വരെ. നമ്മൾ 70 വയസ്സ് കഴിയുമ്പോൾ അപ്പൂപ്പ, അപ്പാപ്പ, വല്യുപ്പ, ഖുർആന, ബൈബിള, ഭഗവത്ഗീത വായിച്ച അവിടെ മൂലക്കിരുന്ന് അയ്യോ സ്റ്റെപ്പ് ഇറങ്ങില്ല, അയ്യോ പുറത്തോട്ട് പോകല്ലേ. ഈ ലോകം മുഴുവൻ അവർ കറങ്ങി നടക്കുകയാണ്. എൻ്റെ മാസ്റ്ററാണെങ്കിൽ വീട്ടിലിരിക്കില്ല, എപ്പോഴും കറക്കം. ഭയങ്കര ഈ എന്താ പറയണ, സ്പിരിച്വാലിറ്റി എന്ന് പറയില്ലേ, അതിൻ്റെ അങ്ങേ അറ്റമാണ്. ഇനി കുറച്ച് കാലം എനിക്ക് മനസ്സിലായി, കുറച്ച് കാലം കഴിയുമ്പോൾ പുള്ളി നമ്മളവിടെ ഇങ്ങനെ കാണിച്ചാൽ വീഴും. എന്നിട്ട് പറയും നമ്മൾക്കൊന്നും தெரியாது, വയസ്സാണ് ആൾ, പിടിച്ച് ഇങ്ങനെ പാറുങ്കോന്ന് പറയും. കൈയൊക്കെ ഇങ്ങനെ വളരെ സോഫ്റ്റ്, പക്ഷെ ഉള്ളിൽ നിന്ന് പവർ തന്നെയാണ്, അപാര കഴിവാണ്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പഠിച്ച് ഇതുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ പവർ, ഇങ്ങനത്തെ കാര്യം. അവർ വേറെ കാര്യങ്ങളാണ്. ഞാൻ ഒന്നും പറയില്ല മൂപ്പരുടെ അടുത്ത്, ഒരു കാര്യവും പറയില്ല. ബിസിനസ്സില്ല, എനിക്ക് ഗുരു ശിഷ്യബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമാരി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, പഠിച്ച് ഞാൻ ചോദ്യങ്ങളും ചോദിക്കില്ല, ഇതെന്താണെന്ന്, ഇത് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നും ചോദിക്കില്ല. അത് മൂപ്പർക്കും അറിയാം, തരുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ തരും. അപാരം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അങ്ങേ അപ്പുറമാണത്. യോഗേനെ കുറിച്ചൊക്കെ പറയണേക്കണം. ഇന്ന് എത്ര ടൈപ്പ് യോഗയുണ്ട്, അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം ഒരു മഹാവിജ്ഞാനകോശം എന്നൊക്കെ പറയില്ല ചില കാര്യങ്ങൾ. അതാണ് ഇത്. ബൈബിള് കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിച്ചാണ്. വേദങ്ങൾ സംസ്കൃതമൊക്കെ ചൊല്ലണമാണ്. ഇത് ഖുർആനിലിതും ഒക്കെ. ഞങ്ങൾ തമ്മിൽ പിന്നെ ചെറിയൊരു ഉരസിൽ വരും. ഈ ദൈവികത പറയുമ്പോൾ എൻ്റെ വേറെ കണ്ടിട്ടില്ല, പക്ഷെ അതൊരു രസമാണ്, ഭയങ്കരമാണ്. നമ്മളിപ്പോഴും പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അത് എയർപോർട്ടിൽ വരുമ്പോൾ കാണാൻ ചെല്ലലും പിന്നെ നമ്മൾ വണങ്ങുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അപാര മനുഷ്യൻ തന്നെ, അപാര മനുഷ്യൻ. മുദ്രാസിനെ കുറിച്ചറിയാം എല്ലാം. അതാണ് ഞാൻ പറഞ്ഞ, പണ്ട് ഇന്ന് മഹാഗുരുക്കന്മാരില്ല, സ്പെഷ്യലിസ്റ്റുകളേ ഉള്ളൂ. സ്പെഷ്യലിസ്റ്റുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ മഹാഗുരുവാണ് അവർ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലെന്ത്, നമ്മുടെ ഫാമിലി പ്രശ്നം, അതൊക്കെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഇതൊക്കെ പറയും. ഇങ്ങനെ അതിങ്ങനെ നമ്മൾ അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ വാന്ന് പറയും. അവിടെ മൂപ്പര് അവിടെ ഇരിക്കും, ഞാൻ ചോട്ടിലിരിക്കും. പിന്നെ പുള്ളി പറയുമ്പോൾ എഴുതി എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ വലിയൊരു പുസ്തകം നമ്മൾ ചെയ്യുന്നുണ്ട് കരാട്ടേനെ കുറിച്ച്, എൻ്റെ ലൈഫും. അപ്പോൾ അദ്ദേഹമൊക്കെ ഉണ്ട്. പിന്നെ കളരിപ്പയറ്റും എല്ലാം വരുന്നുണ്ടായില്ല. അതുപോലെ ഒരു ഗുരുവുണ്ട്, വിജയം മാഷുണ്ട്. വടകരയില സുനിൽ ഗുരുക്കൾ, ഇവരൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കളരിപ്പയറ്റും ഇതൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പക്ഷേ എനിക്ക് നാടകം ഇഷ്ടമല്ല. ആൾ ചാടി കഴിഞ്ഞിട്ട് അടി കൂടെ വീശണ പരിപാടി എനിക്കിഷ്ടമല്ല. വടിയെടുത്ത് പരിചയം കാണിക്കുമ്പോൾ അതും വിട്ട് വെട്ടണ ആൾക്കാർ എനിക്കിഷ്ടമല്ല. വെട്ടുമ്പോൾ ഇത് അപ്പത്തെടുക്കണം, പിന്നെ പരിചയം വിട്ടില്ല വെട്ടണ്ട്. പറഞ്ഞു വന്നാൽ മനസ്സിലായില്ലേ? ഡെമോൺസ്ട്രേഷൻ ചില ആൾക്കാരുടെ നല്ല കളരിക്കാരുണ്ട്. പക്ഷേ അല്ലാത്ത കുറേ ആൾക്കാർ ഇതിൻ്റെ കുത്തുകയാണെന്നും പറഞ്ഞ് അതിനെ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് പിടിച്ച് ഞാനിപ്പോൾ ഇത് ചെയ്യാം. അവരാര് വന്ന് പിടിക്കുന്നു, എന്തിനു പിടിക്കുന്നു? ആൾക്കാരോട് അങ്ങനെ പറയണം, നിങ്ങളിവിടെ കയറി പിടിക്കാനാണ് പറയണത്. ഭയങ്കര അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റേ ഇവിടെ നിന്നേ ഈ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിൽ കള്ളത്തരം പെട്ടെന്ന് പിടികിട്ടും. അഭിനയിക്കലല്ല, അഭിനയിക്കാൻ ഇവിടെ മമ്മൂട്ടി മോഹൻലാലും വേറെ നടന്മാരൊക്കെ ഇഷ്ടംമാതിരിയുണ്ട്. നമ്മൾ അഭിനയിക്കേണ്ട, അവരുടെ പ്രൊഫഷൻ അതാണ്. നമ്മൾ അഭിനയിക്കാൻ നിൽക്കരുത്, പാളിപ്പോവും. അത് ചില ആൾക്കാരൊക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതാണ് കള്ളത്തരം, അത് പിടിക്കില്ല. അപ്പോൾ നല്ല ഒറിജിനൽ ഗംഭീര സാധനങ്ങൾ ഇഷ്ടംമാതിരി ഗംഭീര ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. എല്ലാത്തിനും എല്ലാ കലകളെയും റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ജിമ്മിൽ ഇന്ന് രാവിലെ കൂടിയും പോയ ആളാണ്. ജിമ്മിനെ കുറ്റം പറയില്ല. 50 കിലോ വെയിറ്റ് തലയിൽ ചുമന്ന് നടക്കണമെങ്കിൽ 50 കിലോ വെയിറ്റ് എടുത്ത് പരിശീലിക്കണം, അല്ലാതെ പറ്റില്ല. എല്ലാ എക്സസൈസും നല്ലതാണ്, അതിൻ്റെ രീതിയിൽ ചെയ്യണം. എല്ലാത്തിനും ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ സീക്രട്ടുള്ളൂ, ബ്രീത്ത്. അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ബ്രീത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭക്ഷണം ഇല്ലാണ്ട് ഈ നമ്മളിവിടെ വേണമെങ്കിൽ 2 മാസം വേണമെങ്കിൽ താമസിക്കുക. ഞാൻ മൂക്കിന് പിടിക്കുക, എത്ര മാസം താമസിക്കും?
മൂക്കിങ്ങനെ അടച്ചു പിടിക്കുക. എത്ര മാസം നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും? ആ നിമിഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾ ക്ലോസാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനം, പ്രാണൻ. അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അത് എൻ്റെ മാസ്റ്റർ ഹാൻഷി എന്ന് പറയുന്ന ഡോക്ടർ രത്നം, ഇപ്പം 9th ഡാനാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അല്ലാതെ നമ്മൾക്ക് കാട് പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഈ ഒറ്റക്കൊക്കെ കാട്ടിലായ അവസ്ഥയിലൊക്കെ അപ്പോൾ കാട് ചൊല്ലിത്തരുന്ന കുറേ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വന്നാലും നമ്മൾ, ഞാൻ പറഞ്ഞില്ല, മനുഷ്യനാണ്. ചില ആൾക്കാർ പറയും അയ്യോ ഇയാൾ പെട്ടെന്ന് ദേഷ്യം. മനുഷ്യനാണെന്ന്, പ്രത്യേക അവതാരമൊന്നുമില്ല, മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ചത്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ പോയി പുഴു വരിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെക്കുമോ, എന്നെ നസീറാണ്, ഒരു 5 ദിവസം ഇവിടെ എടുത്ത് വെക്കുമോ, അത് എവിടെയെങ്കിലും കൊണ്ടേ കത്തിച്ചളയെങ്കിലും ചെയ്യുന്ന പറയും. മണത്തിട്ട് നടക്കാൻ പറ്റില്ല. അയ്യോ എങ്ങനെ എന്നെ നസീറിൻ്റെ എടുക്കാറായ ശവം എടുക്കാറായോ എന്ന് ചോദിക്കുള്ളൂ. എപ്പോൾ കുഴിച്ചു തരണം? അല്ലെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് എവിടെയെങ്കിലും മൂലൊക്കെ ഇട്ട് കുറേ തടിയും ഇട്ട് കത്തിച്ചളയും, അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് കുഴിച്ച് മൂടും. ചില ആൾക്കാർ ശവിക്കും, പുഴു വരിച്ച് മരിക്കുള്ളൂ. നീ പറയുന്നത് ഞാനും പുഴു വരിച്ചല്ലേ മരിക്കുള്ളൂ, ചത്ത് കഴിഞ്ഞാൽ പുഴുവല്ലേ മൊത്തം. അപ്പോൾ ആ ഒരു ചിന്തയോട് നടക്കണം. അത് നടക്കാത്തതിൻ്റെ പ്രശ്നമാണ്. മരിക്കൂലെന്ന് വിചാരിക്കും നമ്മൾ ഒരിക്കലും മരിക്കില്ല. കൊറോണ വന്നപ്പോഴും വിചാരിച്ച് നമ്മൾ മരിക്കില്ലെന്ന് വിചാരിച്ച്. ഇപ്പോഴും രണ്ടാമതും അതെ, കൊറോണ ഒരു അടി അടിച്ചിട്ട് പോയതാണ്. ഇപ്പോഴും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മരിക്കില്ലെന്ന് വെച്ചാൽ ആരാണ് നേരത്തെ പറഞ്ഞ പോലെ 160 വയസ്സും 200 വയസ്സിൽ ആരോട് ജീവിച്ചേക്കണം? മരിക്കും എന്നുള്ള ചിന്തയോട് ജീവിക്കാനല്ല, ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് അടിച്ച് തകർത്ത് ജീവിക്കുക എന്നുള്ളതാണ് സത്യം. ഞാനങ്ങനെയാണ്. എനിക്ക് ഇത് ഭയങ്കര ഇതായിട്ടൊന്നും കാര്യമില്ല. അപ്പം തന്നെ അത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ചിലത് കട്ട് ഓഫ് ചെയ്താൽ പിന്നെ അത് ഭീകരമായി പോകും, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചിലത് ടക്ക് മാറിയിരുന്ന് എഴുതാൻ പെട്ടെന്ന് പറ്റും. കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യുക, അപ്പോൾ തന്നെ മാറിയിരുന്ന് എഴുതുക. സാധാരണ ഒരു മനുഷ്യൻ നമുക്ക് പ്രത്യേക സ്ഥാനം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓ ഇയാൾ കാട്ടിൽ പോയേക്കണം, ഓ കാട്ടിൽ എത്ര ദിവസം നിങ്ങൾ താമസിക്കും? അതെന്ന് വെച്ചാൽ ഒരു 10-15 ദിവസം എന്തിനാ അഭിനയിക്കണത്? അങ്ങനെ എൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് ചിരി വന്നു പോയിട്ടുണ്ട്. അവരങ്ങനെയല്ല സംസാരിക്കണം. നമ്മളിങ്ങനെ, ഞാൻ എവിടെയായാലും പ്രസംഗമായാലും എന്തായാലും ഇങ്ങനെ സംസാരിക്കുള്ളൂ, ഇങ്ങനെയൊന്നും സംസാരിക്കുള്ളൂ. മനുഷ്യനെ അറിയാവുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില നല്ല ഭാഷ ഉപയോഗിക്കും ചില ആൾക്കാർ. നമുക്ക് നമ്മൾ വർത്താനം പറയണം. എഴുത്ത് ഞാനതാണ് പറഞ്ഞത്. അങ്ങയുടെ എഴുത്ത് ഭയങ്കര തീക്ഷണമായ എഴുത്താണ്. ഞങ്ങളുടെ വാക്കുകളെ എഴുതുന്ന ഭയങ്കര തീക്ഷണമായ സാധനമാണ്. എഴുതും. അപ്പോൾ ഞാൻ പല ആൾക്കാരും ചോദിക്കും എഴുതുന്ന പോലെയല്ല പറയണേ, എന്തൊരു വിഡ്ഢികളാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഓ മധ്യാഹ്നമായി, ഇപ്പോൾ നമ്മൾക്ക് ഒരു ഊണ് കഴിക്കാം എന്ന് പറയുന്നത്. വിശക്കണ്ട, നമുക്ക് പോയി ചോറ് തിന്നിട്ട് വരാം, ഇങ്ങനെയല്ലേ ചോദിക്കുള്ളൂ മനുഷ്യൻ. ഈ സായാഹ്നത്തിൽ ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് നടന്നാലോ? അത് എഴുത്ത് ഭാഷ വേറെ. അതിരിക്കുമ്പോൾ വേറൊരു സാധനം ഇങ്ങനെ വരെയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാരണം ആ കല. പിന്നെ അതല്ല, അതിലൊരു നിഗൂഢതയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയൊരു ഇതിരുന്നോ, ഇത് ആൾക്കാർക്ക് കഥ ഇഷ്ടമാണ്, കഥ പറച്ചിൽ ഇഷ്ടമാണ്. ഞാൻ കഥ കേട്ട് വളർന്ന ആളാണ്. നമ്മളെല്ലാവരും, നമ്മുടെ അമ്മമാരും എല്ലാവരും കഥ. അപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഈ പമ്പാ നദി കൂടെ ഇത്ര ക്യൂബിക്കടി വെള്ളം പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ കണക്ക് വെച്ചാൽ നമ്മൾ ആരെങ്കിലും വായിക്കുമോ? ആരും വായിക്കില്ല. അപ്പോൾ ഇത് കഥ പറച്ചിലൂടെ ഈ പുഴയിൽ നമ്മൾ ഇത് എഴുതുക, അത് ആ രസമായിട്ട് അങ്ങനെ എഴുതി വരുമ്പോൾ എല്ലാവരും അടുക്കും. അപ്പോൾ ഒരു 10 പേര് വായിക്കുമ്പോൾ 2 പേരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ പുസ്തകം ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കാട് മാത്രമല്ല, ഇനിയിപ്പോൾ മാർഷൽ ആർട്സിൻ്റെ ഉണ്ട് ഒരു പാട്ടിൻ്റെ പുസ്തകം പകുതിയാക്കി വെച്ചേക്കുന്നത്. അത് ഇംഗ്ലീഷൊക്കെയാണ്. ഇംഗ്ലീഷിലും കുറേ ആൾക്കാർ, ഡോൺ വില്യംസ്, അങ്ങനെ കുറേ പേരുണ്ട്. മലയാളമുണ്ട്, യേശുദാസിന് നമുക്കിഷ്ടമാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടിൻ്റെ പകുതി, അത് കുറേ കാലം എല്ലാവരും അങ്ങയുടെ എല്ലാ ബുക്കുകളും വളരെ എന്താ പറയുക റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സാണ്. വല്ല മാതൃ അത് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം മാർഷൽ ആർട്സ് തന്നെ പഠിപ്പിച്ച്. ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജനങ്ങളറിയണം. എല്ലാവരും സോഷ്യൽ മീഡിയയിലില്ല. പല ആൾക്കാരും ചിലപ്പോൾ വായിക്കുന്ന നമ്മുടെ അവിടുത്തെ സാധാരണ ഒരു ഹംസയ്ക്ക് രമേശേട്ടൻ്റെ ചായക്കടയിൽ അവർ പുസ്തകം വായിക്കുന്ന ആൾക്കാർ, അവർ സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല, പേപ്പർ കാണും. അപ്പോൾ ഇതാകുമ്പോൾ പത്രത്തിൽ പരസ്യം തന്നെ, ചാനലിൽ വരുന്നവരുടെ എൻ്റെ ഇത് പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത് പരസ്യം. അപ്പോൾ ആൾക്കാരിൽ എത്തണം പുസ്തകം. അപ്പോൾ ഞാൻ പിന്നെ എന്നെ നല്ല ബന്ധമാണ് മാതൃഭൂമി പ്രസാധകരും അവരുടെ പത്രവും എല്ലാം ഒരു കുടുംബം പോലെ നമ്മളോട് വലിയ കാര്യമായിട്ട് എടുത്തത്. അപ്പോൾ അതൊരു പുസ്തകം നന്നായിട്ട് പിന്നെ നല്ല സെയിലുമാണ്, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. ഈ കാട്ടിൽ കൂടെ വന്നവരും
കാട്ടിലൊപ്പം നടന്ന് പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയി. പോയത്. എല്ലാ ബുക്കിൻ്റെ ടൈറ്റിൽസും ഭയങ്കര അത് അങ്ങനെ വീട് കിട്ടുന്നുണ്ട് വെച്ചാൽ കാട്ടിൽ അത് ഒരു പുസ്തകം മാർക്കിൻ്റെ പുസ്തകത്തിനെ കുറിച്ച് എഴുതാൻ പോയത് മാർക്ക് ദാവിദാറിൻ്റെ കാട്ടിലേക്ക് വീണുറങ്ങിപ്പോയ ഒരാൾ അങ്ങനെയായിരുന്നു ആ പുസ്തകം കിട്ടിയത്. അത് ആ പേര് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും ഉള്ളിൽ. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അതിലോട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ കാട്ടിൽ. ഇപ്പം തോമസ് നെൽസൺ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കണക്ഷൻ. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ പേരുണ്ട്. ബഷീർ സാറ്, ജെയിംസ് റിയാസ് സാറ്, പിന്നെ പഴയ ഒരുപാട് പേര്, എല്ലാവരും കൂടി പേര് പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും നമ്മളോട്, ചില ആൾക്കാർക്ക് നമ്മളെ മാറ്റിയിരുത്തും. പക്ഷേ നമ്മൾക്ക് അവരോട് ദേഷ്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ അവർ പ്യുവറാണെന്നറിയാം, അവരുടെ ഉള്ളിലും നല്ലതാണെന്നറിയാം. പിന്നെ അവരുടെ നേച്ചർ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ഇടാൻ പോകില്ല. പക്ഷേ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. എൻ്റെ DC ബുക്സ് ഇറക്കിയ വന്യജീവിയുടെ ഇന്ദ്രജാലം ഒരു കാലത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച കുറേ ഓഫീസേഴ്സിനാണ് ഞാൻ അത് സമർപ്പിച്ചതാണ്. പലരും ചോദിച്ചു നിങ്ങളൊക്കെ ഞങ്ങളെ ഓർക്കണ്ടോന്ന്. നമ്മളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. അതാണ് പഴയ ആൾക്കാരുടെ ഒരു കാലവും. ക്യാമറ ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ പോയത് ഈ കാട്ടിൽ. അതാണ് ഇതൊക്കെ നമുക്ക് ഇത് ചെയ്താൽ ചിലപ്പോൾ കുറിച്ചിടും എവിടെയെങ്കിലുമൊക്കെ. ഇപ്പോൾ പറമ്പുകുളത്തിൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പഴയ കാലം, ക്യാമറ ഇല്ലാത്ത കാലം, പിന്നെ ക്യാമറ വന്ന കാലം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പലരോടും ഡിപ്പാർട്ട്മെൻറ്റിലും കുറേ പേർക്ക് നമ്മളെ ഇതില്ല. ഞാൻ പറയുന്നതാണ്, എന്തിൻ്റെ ഫോട്ടോ എടുക്കുക, ലിസ്റ്റ് പ്രകാരം എടുത്തല്ല. പക്ഷേ ഫുൾ സ്വാതന്ത്ര്യം വേണം എനിക്ക് കാട്ടിൽ. നന്നായിട്ട് നടക്കാൻ ഭയമില്ലാത്തൊരു വാച്ചറും. ഞാൻ വെള്ളക്കാട്ടത്തിൻ്റെയും അങ്ങനെ കുറേ സാധനങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. കാടിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അറിഞ്ഞ് നീങ്ങണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മാർഷ്യൽ ആർട്സും ഇത് രണ്ടും ഭയങ്കര ബന്ധമാണ്. കാരണം ഇതിൽ നിന്ന് വന്നാണ്, കാട്ടിൽ നിന്ന് വന്നാണ് എല്ലാ ആർട്ടും. ഇപ്പോൾ കുംഫുവിനെ കുറിച്ച് പറഞ്ഞാൽ കൊക്കും കുരങ്ങും തമ്മിലുള്ള ഫൈറ്റ്, അങ്ങനെയാണ് കുംഫു ഡെവലപ്പ് ചെയ്തെന്ന് പറയണ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വന്നേക്കണം. അത് കണക്ട്. അതാണ് ഞാൻ കാടും ക്യാമറയും എന്ന് പറഞ്ഞാൽ, കാടും കരാട്ടയും അങ്ങനെ ഒരു ബന്ധം. പിന്നെ ഞാൻ പറഞ്ഞില്ല, മൂവ്മെൻറ്റുകളും നമുക്ക് വളരെ അടുത്ത് പോകാനും ശബ്ദമില്ലാതെ കാല് വെക്കുമ്പോൾ ശബ്ദിക്കാതെ സോഫ്റ്റ് മൂവ്മെൻറ്റിൽ പോകാൻ പറ്റും. അത് വലിയൊരു ഇതാണ്. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാല് ഇതായിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ അരമണ്ടല എന്നൊക്കെ പറയുന്ന ഇതാണ് കൊസഡാച്ചി സ്റ്റാൻഡ്. അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-20 മിനിറ്റ് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. അത് മാർഷ്യൽ ആർട്സിൽ നിന്ന് കിട്ടിയ സാധനം. അത് ഭയങ്കര പോലെ. പിന്നെ പെട്ടെന്നുള്ള തീരുമാനം എടുക്കാം. അത് ഫൈറ്റിങ്ങിൻ്റെ ഇതും കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തലക്കടിക്കുമെന്നും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഒറ്റയടി തലക്കടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് ബ്ലോക്ക് വരണം. മെയ് കണ്ണാകുമെന്നും ഇതൊക്കെ കളരിയിലൊക്കെ പറയുന്ന പെട്ടെന്ന് ബ്ലോക്ക് നിങ്ങൾ വലിയ അഭ്യാസികൾ പെട്ടെന്ന് ബ്ലോക്ക് വരും. ഇത് തന്നെ ഒരു ഇതായിട്ട് നമ്മൾ നേർക്ക് നേരൊരു അനിമലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത ചലനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാതെ ആന വാല് പൂട്ടുമ്പം അതിനെ കുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓടയല്ല. അപ്പോൾ ആനക്ക് മനസ്സിലാവും ഇവനെ പുറകിൽ ഓടും. ഞാൻ പറയുന്ന കാട്ടിൽ പോകുന്നതിന് മുമ്പ് കാടിനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ ക്യാമറയും തൂക്കിയല്ല കാട്ടിൽ പോകേണ്ട. 10-30 വർഷമായിട്ട് കാട്ടിൽ ഇത് ക്യാമറ ഇല്ലാതെ പോയിട്ടാണ് നമ്മൾ കുറേ വെളിപാട് ഇങ്ങനത്തെ വന്നത്. അത് നല്ല ഗുരുക്കന്മാർ ആദിവാസികളൊക്കെ കണ്ടാണ്. അതാണ് ഈ മൃഗങ്ങളുടെ സ്വഭാവം. അപ്പം അങ്ങ് ഈ കരടി വെള്ളത്തിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 5 അടി അല്ലെങ്കിൽ 10 അടി ദൂരെ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ വാലെടുത്ത് പൊന്തിച്ച് ഇങ്ങനെ കടുവ ആ ഒരു ഫീലുണ്ട്. തൊട്ടടുത്ത് തന്നെ. അന്നേരം അങ്ങ് എടുത്ത ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തു അല്ലേ? ഒരു 4-5 ഫോട്ടോ അത് ഫുള്ളായി പോയി. കാട് ഫുള്ളായി കഴിഞ്ഞപ്പോൾ കുറേ മോശമായ ഫോട്ടോകൾ ഇത് കളഞ്ഞ് ഡിജിറ്റൽ. എന്നാലും പുതിയ അവർ പോസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കളഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നസീർക്കയോടൊപ്പം പോയി കഴിഞ്ഞാൽ നസീർക്ക പറയും ധൃതി പിടിക്കണ്ട, ഇവിടെ വരും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വരുന്ന ആൾക്കാർ അത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് ആ മൃഗം ഇവിടെ വന്ന് നിൽക്കും, ക്യാമറയോട് വെച്ചോ, അത് അവിടെ ഒന്ന് അങ്ങേക്ക് പോസ് ചെയ്ത് പോയ ഒരുപാട് ഇൻസിഡൻസ് പല ആൾക്കാർ പറയുന്നുണ്ട്. അത് ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളൊരു ഒരു ഫോട്ടോഗ്രാഫറുണ്ട് എൻ്റെ ഇവിടെ ഇപ്പോൾ രാജൻ, എസ് രാജൻ. വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്, ഫങ്ഷൻ നന്നായിട്ട് ചെയ്യുന്നത്, നല്ല ആത്മസുഹൃത്ത്. അപ്പോൾ പുള്ളിയായിട്ട് പറമ്പിക്കുളത്ത് പോയിട്ട് ഇതുപോലെ തന്നെ കാട്ടുപോത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ക്യാമറ കണ്ട നേരെ മരത്തിൻ്റെ അടുത്ത് നല്ല ഫ്രെയിമായിരിക്കുന്നത്, കാട്ടുപോത്ത് നേരെ അവിടെ വന്നത്. ഇത് ഭയങ്കര അതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കാട്ടിൽ പോകുന്നതിന് മുമ്പ് ജലീലിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ പോകുമ്പോൾ
പ്രൈമാൻറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പക്ഷികൾ. ഇന്ന് അത് ആയിരിക്കുള്ളൂ ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റും. അത് നെൽസൺ സാറിൻ്റെ കോട്ടേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരെണ്ണത്തിന് കിട്ടി. പിന്നെ ഫുള്ള് ഇത് പല വെറൈറ്റി കളറുള്ള അതുങ്ങൾ നിറയെ. അതുപോലെ എൻ്റെ കൂടെ വന്ന ചില റിസർച്ചേഴ്സൊക്കെ ഉണ്ട്. അവരോട് പറയണ എപ്പോഴും ഒരു ഇതുണ്ടാവും, റിസർച്ച് ഉണ്ടാകും. അവരെപ്പോഴും ആനയെക്കുറിച്ച് ചിന്തിക്കണം, എപ്പോഴും ആനയായിരിക്കുള്ളൂ വരണം. ഞാൻ പറഞ്ഞു, നീ ഇന്ന് ആനയെക്കുറിച്ച് ചിന്തിക്കരുത്, ഇന്ന് നമ്മൾ പുള്ളിപ്പുലീനെ എടുക്കാൻ പോകണം, മരത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ എപ്പോഴും മരത്തിൻ്റെ മുകളിലുള്ള പുള്ളിപ്പുലീനെ കിട്ടണം. അങ്ങനെ ഒരു മസനഗുഡിയില വൈൽഡ് ഹെവൻ എന്നും പറഞ്ഞ് ഒരു ജോണിൻ്റെ ഇതുണ്ട്, റിസോർട്ട് മാർക്കിൻ്റെ ഇതിൻ്റെ അപ്പുറത്തുള്ള നല്ല ഇതാണ്. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി, ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ക്യാമറ. അപ്പോൾ ജോൺ ചോദിച്ചാൽ അവിടെ പോയി, അവന് പുള്ളിപ്പുലിയുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നു പറഞ്ഞു. പുള്ളിക്ക് അത് അറിയാം അങ്ങനെയാണ്. പോയി ഇറങ്ങി നടന്ന് ഞങ്ങളൊരു സ്ട്രീമുണ്ട്, സീഗോർ സ്ട്രീം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന റിസർച്ചർ അവർ പറഞ്ഞു, പുലികളെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ മരത്തിൽ തന്നെ 2 പുലികൾ 1/2 മണിക്കൂറിനും ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നു. ഫിലിം ക്യാമറ ഇടുന്നത് അതുണ്ട്, ആ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ കരടി മരത്തിൽ കയറുന്ന ഫോട്ടോ അതൊക്കെ എടുത്താണ്. എല്ലാം പറഞ്ഞു തന്നെ, വേളാമ്പലിൻ്റെയും കരടിയുടെ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഴിവ് കാട് എന്നെ കൊണ്ട് പറയിപ്പിക്കണേന്നാണ്. ആ ഒരു കണക്ഷൻ, നമ്മൾ നേരത്തെ ഒരു കാടിൻ്റെ ആത്മീയതയെ കുറിച്ച് സംസാരിച്ചില്ല, അതാണ് സംഭവിക്കുന്നത്. അത് ഒരുപാട് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ചില ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇതിൻ്റെയാണ് എടുക്കാൻ പോകുന്നത്, അത് പോയി അത് എടുക്കുകയാണ്, അത് സംഭവിക്കണത് സംഭവിക്കലാണ്.